ഹായ് നമസ്കാരം ഫാസിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയില്ല നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ ബയോബീനിൽ ഇട്ടിട്ട് നമുക്ക് കമ്പോസ്റ്റ് വളമാക്കി മാറ്റാം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ബയോബീൻ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ അതേപോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും സബ്സിഡി രൂപത്തിൽ. നമ്മൾ എഴുതി കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറമെന്ന് വളക്കടയിൽ നിന്നോ അല്ലെങ്കിൽ പുറമെന്നൊക്കെ പല കമ്പനിയിലും നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഈ ബയോബീന് 1, 2, 3 തട്ടായിട്ടൊക്കെയാണ് ഉണ്ടാവുക, 2 തട്ടായിട്ടും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇത് ബയോബീൻ നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം ഒരു 45 ദിവസമാണ് ടൈം എടുക്കുക. ഇപ്പൊ ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ശരാശരി കുറച്ച് ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 30 ദിവസത്തെ വേസ്റ്റ് ഇട്ടാൽ ഇത് നിറയും. അപ്പൊ ഒരു മാസം നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇതിലിട്ട് കൊടുക്കുക. അപ്പൊ ഇതൊന്നും അറിയുന്ന ഒരു ടൈം ആകുമ്പോഴത്തേനും ഇത് കമ്പോസ്റ്റ് വളമായി മാറും. അപ്പൊ ഇത് കമ്പോസ്റ്റ് വളമായി മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിൽ ഇനാക്കുലാണ് ഇടുന്നത്. ഇപ്പൊ പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിലും ഇനാക്കുലാണ്. ഇനാക്കുല നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനും കിട്ടും. അപ്പൊ ഇനാക്കുല എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ്. അപ്പോൾ നമ്മളിടുന്ന വേസ്റ്റുകളൊക്കെ പെട്ടെന്ന് വളമാക്കി മാറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ ദുർഗന്ധം ഇല്ലാതാക്കാനൊക്കെയാണ് നമ്മൾ ഇനാക്കുല ഇടുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഇനാക്കുല ഇടുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ ഈ ടഫ്കോന്റെ വേസ്റ്റ് റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മളിടുന്ന വേസ്റ്റ് വളമായിട്ട് മാറും ചെയ്യും. അതുപോലെ തീരെ ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇതാണ് വേസ്റ്റ് റൈഡർ കേട്ടോ. ഇതൊരു കുമ്മായപ്പൊടി പോലാണ് ഉണ്ടാവുക. അപ്പൊ ഇത് നമ്മൾ വേസ്റ്റ് ഇട്ട് അതിന്റെ മേലെ ഇത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വളമായിട്ട് മാറും, തീരെ ദുർഗന്ധം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മൾ അതാത് ദിവസത്തെ പച്ചക്കറി വേസ്റ്റ് അതേപോലെ ഫുഡ് വേസ്റ്റ് ഒക്കെ നമുക്ക് ഇതിലിങ്ങനെ വിതറി ഇട്ട് കൊടുക്കാം. കൂട്ടായിട്ട് ഇടാതെ വിതറി ഇട്ട് കൊടുക്കട്ടോ. ഇതിലിട്ട് കൊടുത്തതിന് ശേഷം ഇതാണ് ഇനാക്കുലം. പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുന്നത് നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും. ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് ഇനാക്കുലം. അപ്പോൾ ഇതൊരു പിടി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാം. എല്ലാ ഭാഗത്തും ആകുന്ന രൂപത്തിൽ വിതറി കൊടുക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞ ഈ വേസ്റ്റ് റൈഡർ നമുക്ക് ഒരു സ്പൂണ് മതി. ഞാൻ കൈകൊണ്ടാണ് എടുക്കൽ കേട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ വിതറി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പോസ്റ്റ് വളമായി കിട്ടും കേട്ടോ. ഇനി പുഴുശല്യം ഒന്നും ഉണ്ടാവില്ല. പുഴുശല്യം ചില ടൈമിൽ നമുക്ക് വരാന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ വരാന്നുണ്ടെങ്കിലും നമുക്ക് വേപ്പെണ്ണ ഉണ്ടല്ലോ, വേപ്പെണ്ണ മിശ്രിതം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പുഴുശല്യം ഒന്നും ഉണ്ടാവില്ല, തീരെ ദുർഗന്ധം ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് വേസ്റ്റ് ഡ്രൈ ആയിട്ട് വേണം ഇട്ട് കൊടുക്കണം, തീരെ വെള്ളം പാടില്ല. അപ്പം നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്താലും ഇത് അലിഞ്ഞ് വളാവുന്ന ഒരു ടൈമിൽ അടിയിൽ സ്ലറി ആയിട്ട് വരും കേട്ടോ. ഇതിനൊരു ഹോൾ ഉണ്ടാവും, അടിയിലൊരു ട്രേ ഉണ്ടാവും. അപ്പോൾ ആ സ്ലറി നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.